ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനും ബബിക്കുട്ടനും കൂടി ഉച്ചയ്ക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നല്ലോണം വിശന്ന് എണീറ്റ് വന്നിട്ടുള്ള ഒരു വൈകുന്നേരം സമയമായിട്ട് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു മന്ദത ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ടി വിയിൽ. ഇതേത് പാട്ടാണെന്ന് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരാളെ അടുക്കളയെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ, എനിക്കും അതെ അവനും അതെ. അപ്പോൾ ഞങ്ങൾ ഒരു ഈസി പീസി ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ. ഈ സേമിയ ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ബബിക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ ഉപ്പുമാവ്. അപ്പം ഞാൻ ബബീനെ കൊണ്ടുവന്ന് അടുക്കള ഇരുത്തിയിട്ടാണ് ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയതേ. അപ്പോൾ ജഗര അഡ് കിടന്നുറങ്ങിയിട്ട് കൊച്ചിൻ്റെ മുഖമൊക്കെ ഇരിക്കണം നോക്കി. അപ്പം അവന് നന്നായിട്ട് വിശന്നു, എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിച്ചേട്ടാ സേമിയയുടെ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമ്മളൊക്കെ ഉണ്ടാക്കണേല്ലേ, ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ ഞാനങ്ങനെ ന്യൂഡിൽസ് അധികം ബബിക്ക് കൊടുക്കാറില്ല. വല്ലപ്പോഴും കൊടുക്കും കേട്ടോ. വല്ലപ്പോഴും അവനങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ അവനായിട്ട് പെറുക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ കൂടുതലും സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവൻ ആ ഒരു സ്റ്റൈലിൽ ന്യൂഡിൽസിൻ്റെ ഒരു വിചാരത്തിൽ അവൻ കഴിച്ചോളും. പിന്നെ ഇത് ഈ ഒരു രണ്ട് ചെറിയ ഇത് കണ്ടില്ലേ ബോൾസ്, അപ്പോൾ അത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാവേ. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ടിന്നുകളൊക്കെ അടുക്കി വെക്കാൻ വേണ്ടി ഒരു ഷെൽഫ് വാങ്ങിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വെച്ചിരുന്ന ടിന്നുകളാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഒരു ഏതോ ഒരു മറ്റേ മിൽക്ക് ഷേക്ക് പൗഡറിൻ്റെ ഒരു ടിന്നാണത്. അപ്പോൾ എൻ്റെ അമ്മ തന്നെ കേട്ടോ അതെനിക്ക്. അപ്പോൾ അത് അമ്മയുടെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് തന്നിട്ട് ഞാനതിൻ്റെ മറ്റേ ഒരു കവറിങ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കളഞ്ഞിട്ട് പ്ലെയിൻ വൈറ്റ് ബോട്ടിൽസായിട്ട് വെച്ചേക്കായിരുന്നു. പക്ഷേ അതൊരു ഗുമ്മില്ല കാണാൻ വേണ്ടിയിട്ട് കണ്ട. പക്ഷേ അത് നല്ല ഡ്യൂറബിളായിട്ടുള്ള ഒരു ടിന്നാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടിരിക്കുമല്ലോ. കാരണം നല്ല കട്ടിയുള്ള നല്ല ടിന്നുകളാണല്ലോ. അപ്പോൾ അതൊന്നും എനിക്ക് കളയാൻ തോന്നിയില്ല. സോ ഞാൻ ഇങ്ങനൊരു വാൾപേപ്പർ വാങ്ങിച്ചേ. ഇത് വാൾപേപ്പറാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടിട്ട് ഇത് തന്നെ വാങ്ങിയിട്ട് ആ കറക്റ്റ് അളവിലൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്ത് എല്ലാം ഞാൻ അങ്ങോട്ട് കവർ ചെയ്തേ. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രസമുണ്ടായിട്ടാ. അപ്പോഴത്തേനും ആ ഒരു പഴയ ലുക്ക് അങ്ങോട്ട് മാറിയല്ലോ, നല്ലൊരു ഭംഗിയായില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ആ ഷെൽഫിൽ വെച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തക്കിട തരികിട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഐഡിയാസൊക്കെ വെച്ചിട്ട് നമുക്ക് വൃത്തിയാക്കിയൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുവേ. അപ്പോൾ ഞാൻ നേരത്തെ വെച്ചിട്ടുള്ള ആ വോളിലൊട്ടിച്ചേക്കണ ആ ഒരു ഇത് കണ്ടില്ലേ, അതും ആ ഒരു ഡിസൈനും ഈ ഒരു ഡിസൈനും തമ്മിൽ നല്ല മാച്ചിങ് ആയിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആ ഒരു വൈറ്റ് കളറിൽ ടിന്ന് ഞാൻ കളർഫുള്ളാക്കി എടുത്തു കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളാണെന്ന് ലേബൽ എഴുതി ഒട്ടിക്കണം. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം.